വണ്ടിപ്പെരിയാറിൽ പീഡനത്തിനിരയായി കൊല്ലപ്പെട്ട 6 വയസ്സുകാരിയുടെ കുടുംബം മുഖ്യമന്ത്രിയുമായി കൂടിക്കാഴ്ച നടത്തും. പ്രതിയെ വെറുതെ വിട്ട കട്ടപ്പന കോടതിയുടെ വിധി റദ്ദ് ചെയ്യണമെന്നും കേസിൽ പുനരന്വേഷണം വേണമെന്നും കുടുംബം മുഖ്യമന്ത്രിയോട് ആവശ്യപ്പെട്ടു. സർക്കാരിനെതിരെ പ്രതിപക്ഷം പ്രതിഷേധം ശക്തമാക്കുന്ന ഘട്ടത്തിലാണ് കൂടിക്കാഴ്ച. വണ്ടിപ്പെരിയാർ കേസിൽ കട്ടപ്പന കോടതി പ്രതിയെ വെറുതെ വിട്ടത് അന്വേഷണ ഉദ്യോഗസ്ഥന്റെയും പ്രോസിക്യൂഷന്റെയും വീഴ്ചയാണെന്ന് ആരോപിച്ച പ്രതിപക്ഷ പാർട്ടികളുടെ പ്രതിഷേധം തുടരുകയാണ്. ഇടതുപക്ഷത്തെയും CPM-നെയും പ്രതിക്കൂട്ടിലാക്കി ആരോപണങ്ങളും വിമർശനങ്ങളും തുടരുന്നതിനിടയിലാണ് പെൺകുട്ടിയുടെ കുടുംബവുമായി മുഖ്യമന്ത്രിയുടെ കൂടിക്കാഴ്ച. വരുന്ന 3-ാം തീയതിയാണ് മുഖ്യമന്ത്രിയെ നേരിൽ കാണുക. കട്ടപ്പന കോടതിയുടെ നിലവിലുള്ള വിധി റദ്ദു ചെയ്യുക, SC/ST അട്രോസിറ്റി ആക്ട് ഉൾപ്പെടുത്തി ഉന്നത ഉദ്യോഗസ്ഥനെ കൊണ്ട് പുനരന്വേഷണം നടത്തുക തുടങ്ങിയ കാര്യങ്ങൾ മുഖ്യമന്ത്രിയെ അറിയിക്കും. അന്വേഷണ ഉദ്യോഗസ്ഥനുണ്ടായ വീഴ്ചയും മുഖ്യമന്ത്രിയുടെ ശ്രദ്ധയിൽപ്പെടുത്തുമെന്നും പെൺകുട്ടിയുടെ പിതാവ് റിപ്പോർട്ടർ TVയോട് പറഞ്ഞു. ഇതിനകത്ത് അന്വേഷണ ഉദ്യോഗസ്ഥൻ തന്നെ ഈ CA റാങ്കിലുള്ളവരല്ല പങ്കെടുക്കേണ്ടത്. അതിൻ്റെ അകത്ത് DSP വരേണ്ടതാണ്. അപ്പോൾ നമുക്ക് ഇതിനകത്ത് അട്രാക്ഷൻ ഇട്ടാൽ ആ രീതിക്ക് പോകും എന്നുള്ളത് നമുക്ക് ഇതിനകത്ത് കൂടുതൽ കേസിൻ്റെ അകത്ത് കുറച്ചുകൂടെ ഗൗരവമായിട്ട് കാണും. തെളിവുകളും ഇച്ചിരി കൂടെ കറക്ഷൻ ചെയ്യാൻ പറ്റും എന്നുള്ള വിശ്വാസമുണ്ട്. അതിനകത്ത് പോരായ്മകളുണ്ടെന്നുള്ള കാര്യം നമ്മൾ പറയും. പ്രോസിക്യൂഷന്റെ ഹർജിയിൽ കുടുംബവും കക്ഷി ചേരും. ഹൈക്കോടതിയിൽ നിന്നും നീതി ലഭിക്കുമെന്നാണ് പ്രതീക്ഷയെന്നും കുടുംബം പറയുന്നു. പോലീസിന്റെയും പ്രോസിക്യൂഷന്റെയും വീഴ്ചയാരോപിച്ച് പ്രതിപക്ഷമടക്കം സംസ്ഥാന വ്യാപകമായി പ്രതിഷേധം ശക്തമാക്കുമ്പോൾ വണ്ടിപ്പെരിയാർ പെൺകുട്ടിയുടെ കുടുംബവുമായുള്ള മുഖ്യമന്ത്രിയുടെ കൂടിക്കാഴ്ചയ്ക്കും ഏറെ പ്രാധാന്യമുണ്ട്. വീഡിയോ ജേർണലിസ്റ്റ് ജിതിൻ ജോസഫിനൊപ്പം റിപ്പോർട്ടർ സന്ദീപ് രാജാക്കാട്, ഇൻ റിപ്പോർട്ടർ, ഇടുക്കി.